പ്രഭാതമുരളി 21/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് മധുരമായ ആത്മീയ സംഭാഷണം നടത്തൂ. ബാബ ഏത് ശിക്ഷണങ്ങൾ നൽകിയിട്ടുണ്ടോ അവയെ അയവിറക്കിക്കൊണ്ടിരിക്കൂ. ചോദ്യം: മുഴുവൻ ദിവസവും സന്തോഷത്തോടെ കടന്നു പോകുന്നതിനായി ഏതൊരു യുക്തി രചിക്കേണ്ടത് ആവശ്യമാണ്? ഉത്തരം: ദിവസവും അമൃതവേളയിൽ എഴുന്നേറ്റ് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളിൽ രമണം ചെയ്യൂ. സ്വയം തന്നോട് സംസാരിക്കൂ. മുഴുവൻ ഡ്രാമയുടെയും ആദി മധ്യ അന്ത്യത്തെ സ്മരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ മുഴുവൻ ദിവസവും സന്തോഷത്തിൽ കടന്നുപോകും. സ്റ്റുഡൻറ് തൻ്റെ പഠനത്തിൻ്റെ റിഹേഴ്സൽ ചെയ്യുന്നു. കുട്ടികളായ നിങ്ങളും തൻ്റെ റിഹേഴ്സൽ ചെയ്യൂ. ഗീതം: ഇന്ന് അന്ധകാരത്തിലാണ് നമ്മൾ മനുഷ്യർ. ജ്ഞാനത്തിൻ്റെ സൂര്യനെ പ്രകാശിപ്പിക്കൂ ഭഗവാനെ. ഓം ശാന്തി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ ഗീതം കേട്ടു. നിങ്ങൾ ഭഗവാന്റെ കുട്ടികളാണല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, ഭഗവാൻ നമുക്ക് വഴി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ അന്ധകാരത്തിലാണ്. കാരണം ഭക്തിമാർഗം തന്നെ അന്ധകാരത്തിൻ്റെ മാർഗമാണ്. ഭക്തർ പറയുന്നു, നമ്മൾ നിന്നെ കണ്ടുമുട്ടുന്നതിനായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ തീർത്ഥസ്ഥാനങ്ങളിൽ, ചിലപ്പോൾ എവിടെയെങ്കിലും ദാനപുണ്യങ്ങൾ ചെയ്യുന്നു, മന്ത്രം ജപിക്കുന്നു, അനേകം പ്രകാരത്തിലുള്ള മന്ത്രം നൽകുന്നു. എന്നിട്ടും നമ്മൾ അന്ധകാരത്തിലാണ് എന്നാരും മനസ്സിലാക്കുന്നില്ല. പ്രകാശം എന്തു വസ്തുവാണ്? ഒന്നും അറിയുന്നില്ല. കാരണം അന്ധകാരത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ അന്ധകാരത്തിലല്ല. നിങ്ങൾ വൃക്ഷത്തിൽ ആദ്യം വരുന്നു. പുതിയ ലോകത്തിൽ പോയി രാജ്യം ഭരിക്കുന്നു. പിന്നെ പടികൾ ഇറങ്ങുന്നു. ഇതിനിടയിൽ ഇസ്ലാമികളും ബൗദ്ധരും ക്രിസ്ത്യൻസും വരുന്നു. ഇപ്പോൾ ബാബ വീണ്ടും തൈ നട്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയെല്ലാം ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളിൽ രമണം ചെയ്യണം. ഇത് എത്ര വണ്ടർഫുൾ നാടകമാണ്! ഈ ഡ്രാമയുടെ ഫിലിമിൻ്റെ ഡ്യൂറേഷൻ 5000 വർഷമാണ്. സത്യയുഗത്തിൻ്റെ ആയുസ് ഇത്ര, ത്രേതയുടെ ആയുസ് ഇത്ര. ബാബയിലും ഈ മുഴുവൻ ജ്ഞാനം ഉണ്ടല്ലോ. ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. അപ്പോൾ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് ഒരു ബാബയെ ഓർമ്മിക്കണം. സന്തോഷത്തോടെ ജ്ഞാനം സ്മരിക്കുകയും വേണം. ഇപ്പോൾ നമ്മൾ മുഴുവൻ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. ബാബ പറയുന്നു, കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ 5000 വർഷമാണ്. മനുഷ്യർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. എത്ര വണ്ടർഫുൾ നാടകമാണ്! ബാബ ഇരുന്ന് ഏതൊരു ശിക്ഷണം നൽകുന്നുവോ അത് പിന്നെ അയവിറക്കേണ്ടത് ആവശ്യമാണ്. റിഹേഴ്സൽ നടത്തേണ്ടത് ആവശ്യമാണ്. സ്റ്റുഡൻറ് പഠനത്തിൻ്റെ റിഹേഴ്സൽ ചെയ്യുന്നുവല്ലോ. നിങ്ങൾ മധുരമായ കുട്ടികൾ മുഴുവൻ ഡ്രാമയെ അറിഞ്ഞു കഴിഞ്ഞു. ബാബ എത്ര സഹജ രീതിയിൽ പറഞ്ഞു തന്നു. ഇത് അനാദിയും അവിനാശിയുമായ ഡ്രാമയാണ്. ഇതിൽ ജയിക്കുന്നു, പിന്നെ തോൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചക്രം പൂർത്തിയായി. നമുക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബയുടെ ആജ്ഞ ലഭിച്ചിരിക്കുകയാണ്. പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഈ ഡ്രാമയുടെ നോളജ് ഒരേ ഒരു ബാബയാണ് നൽകുന്നത്. നാടകം ഒരിക്കലും ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതായിരിക്കില്ല. ആർക്കും ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല. 5000 വർഷത്തിൻ്റെ ചക്രമാണ്. അത് മുഴുവൻ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. എത്ര നല്ല ജയത്തിൻ്റെയും തോൽവിയുടെയും കളിയാണ്! രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയെല്ലാം ചിന്ത നടക്കേണ്ടത് ആവശ്യമാണ്. ബാബ നമുക്ക്
രാവണന്റെ മേൽ ജയം നേടിത്തരുന്നു. ഇങ്ങനെയെല്ലാം രാവിലെ എഴുന്നേറ്റ് സ്വയം തന്നോട് സംസാരിക്കേണ്ടതാണ്. അപ്പോൾ ശീലമുണ്ടാകും. ഈ പരിധിയില്ലാത്ത നാടകത്തെ ആരും അറിയുന്നില്ല. ആക്ടറായിരുന്നിട്ട് ആദ്യം മധ്യ അന്ത്യത്തെ അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ ബാബയിലൂടെ യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. ബാബ തൻ്റെ കുട്ടികളെ തനിക്ക് സമാനമാക്കുന്നു. തനിക്ക് സമാനം എന്നത് മാത്രമല്ല, ബാബ കുട്ടികളെ തൻ്റെ തോളിൽ കയറ്റുന്നു. ബാബയ്ക്ക് കുട്ടികളോട് എത്ര സ്നേഹമാണുള്ളത്! എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഞാൻ ആകുന്നില്ല, കുട്ടികളായ നിങ്ങളെ ആക്കുന്നു. കുട്ടികളായ നിങ്ങളെ പുഷ്പങ്ങളാക്കി പിന്നെ ടീച്ചറായി പഠിപ്പിക്കുന്നു. പിന്നെ സദ്ഗതിക്ക് വേണ്ടി ജ്ഞാനം നൽകി നിങ്ങളെ ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും അധികാരിയാക്കുന്നു. ഞാനാണെങ്കിൽ നിർവാണധാമത്തിൽ ഇരിക്കുന്നു. ലൗകിക പിതാവും പ്രയത്നിച്ച് ധനം സമ്പാദിച്ച് സർവ്വതും കുട്ടികൾക്ക് നൽകി സ്വയം വാനപ്രസ്ഥത്തിൽ പോയി ഭജിക്കുകയും മറ്റും ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, അഥവാ വാനപ്രസ്ഥ അവസ്ഥ ആണെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുത്ത ശേഷം ഈ സർവീസിൽ നിങ്ങൾ മുഴുകണം. വീണ്ടും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കുടുങ്ങേണ്ടതില്ല. നിങ്ങൾ തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ ഏവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ വാണിക്ക് ഉപരി കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപവിത്ര ആത്മാക്കൾക്കാണെങ്കിൽ പോകുവാൻ സാധിക്കില്ല. ഇത് ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിക്കുകയാണ്. രസവും മുന്നിലായിരിക്കുമ്പോഴാണ്. അവിടെയാണെങ്കിൽ പിന്നെ കുട്ടികളാണ് ഇരുന്ന് കേൾപ്പിക്കുന്നത്. ഇവിടെ ബാബ മുന്നിലുണ്ട്. അതിനാൽ മധുബന്റെ മഹിമയുണ്ടല്ലോ. ബാബ പറയുന്നു, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ശീലമുണ്ടാക്കൂ. ഭക്തിയും മനുഷ്യർ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിലൂടെ സമ്പത്ത് ലഭിക്കുന്നില്ല. സമ്പത്ത് ലഭിക്കുന്നത് രചയിതാവായ ബാബയിൽ നിന്നാണ്. ഒരിക്കലും രചനയിൽ നിന്നും സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. അതിനാൽ പറയുന്നു, നമ്മൾ രചയിതാവിൻ്റെയും രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തെയും അറിയുന്നില്ല എന്ന്. അഥവാ അവർ അറിയുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് പരമ്പരയായി തുടർന്നു വന്നേനെ. കുട്ടികൾ ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം, നമ്മൾ എത്ര ശ്രേഷ്ഠ ധർമ്മത്തിലുള്ളവരായിരുന്നു. പിന്നെ എങ്ങനെയാണ് ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആയത്? മായ ബുദ്ധിയെ ഗോദ്രജിൻ്റെ പൂട്ടുകൊണ്ട് പൂട്ടുന്നു. അതിനാൽ ഭഗവാനോട് പറയുന്നു, അങ്ങ് ബുദ്ധിമാന്മാരുടെയും ബുദ്ധിയാണ്. ഇന്നയാളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കൂ. ഇപ്പോൾ ബാബ മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. നിങ്ങളെ ഇദ്ദേഹത്തിലൂടെ മനസ്സിലാക്കിക്കുന്നു. ഏതൊരു ജ്ഞാനം? ഈ സൃഷ്ടിചക്രത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം. അത് ഒരു മനുഷ്യനും നൽകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, സത്സംഗത്തിലും മറ്റും പോകുന്നതിനേക്കാൾ സ്കൂളിൽ പഠിക്കുന്നതാണ് നല്ലത്. പഠനം സോഴ്സ് ഓഫ് ഇൻകം ആണ്. സത്സംഗങ്ങളിൽ ഒന്നും ലഭിക്കുന്നില്ല. ദാനപുണ്യങ്ങൾ ചെയ്യൂ, ഇത് ചെയ്യൂ, സമ്മാനങ്ങൾ വയ്ക്കൂ. ചിലവ് തന്നെ ചിലവാണ്. പൈസയും വയ്ക്കൂ, ശിരസും കുനിക്കൂ. നെറ്റി തന്നെ തേഞ്ഞു പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സ്മരിക്കുന്നതിൻ്റെ ശീലമുണ്ടാക്കൂ. മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബു പറയുന്നു, ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ബൃഹസ്പതിയുടെ ദശയാണ്. ബൃഹസ്പതിയായ ഭഗവാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഭഗവാൻ പഠിപ്പിച്ച് നമ്മളെ ഭഗവാൻ ഭഗവതിയാക്കുന്നു. ആഹാ, ഇങ്ങനെയുള്ള ബാബയെ എത്രത്തോളം ഓർമ്മിക്കുമോ അപ്പോൾ വികർമ്മം വിനാശമാകും. ഇങ്ങനെയെല്ലാം വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം. ദാദ നമുക്ക് ഈ ബാബയിലൂടെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വയം പറയുന്നു,
ഞാൻ ഈ രഥത്തിൻ്റെ ആധാരം എടുക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജ്ഞാനഗംഗകൾ ജ്ഞാനം കേൾപ്പിച്ച് പവിത്രമാക്കുകയാണോ അതോ ഗംഗയുടെ ജലമാണോ? ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ഭാരതത്തിൻ്റെ സത്യസത്യമായ സേവനം ചെയ്യുന്നു. ആ സോഷ്യൽ വർക്കേഴ്സ് ആണെങ്കിൽ പരിധിയുള്ള സേവനം ചെയ്യുന്നു. ഇത് ആത്മീയ സത്യമായ സേവനമാണ്. ഭഗവാൻ ഉവാച, ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭഗവാൻ പുനർജന്മരഹിതനാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ മുഴുവൻ 84 ജന്മവും എടുക്കുന്നു. ഗീതയിൽ കൃഷ്ണന്റെ പേര് ചേർത്തിരിക്കുകയാണ്. നാരായണനെ എന്തുകൊണ്ട് ചേർക്കുന്നില്ല? ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീനാരായണൻ ആകുന്നത് എന്നതും ആർക്കും അറിയില്ല. ശ്രീകൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു, പിന്നെ രാധയുമായി സ്വയംവരം നടന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനം ലഭിച്ചു. ശിവബാബ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒന്ന് ബാബയുമാണ്, ടീച്ചറും സദ്ഗുരുവുമാണ്. സദ്ഗതി നൽകുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ശിവൻ തന്നെയാണ്. ആ ഒന്ന് പറയുന്നു, എൻ്റെ നിന്ദ ചെയ്യുന്നവർക്ക് ഉയർന്ന ലക്ഷ്യസ്ഥാനം നേടുവാൻ സാധിക്കില്ല. കുട്ടികൾ അഥവാ പഠിക്കുന്നില്ലെങ്കിൽ മാസ്റ്ററിൻ്റെ മാനം പോകുന്നു. ബാബു പറയുന്നു, നിങ്ങൾ എൻ്റെ മാനം കളയരുത്, പഠിച്ചുകൊണ്ടേയിരിക്കൂ. എയിം ഓബ്ജക്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. ആ ഗുരുക്കന്മാർ പിന്നെ തങ്ങളുടെ കാര്യത്തിൽ പറയുന്നു. അത് കാരണം മനുഷ്യർ ഭയന്നു പോകുന്നു. ശാപമൊന്നും ലഭിക്കാതിരിക്കട്ടെ എന്ന് കരുതുന്നു. ഗുരുവിൽ നിന്നും ലഭിച്ച മന്ത്രം തന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സന്യാസിമാരോട് ചോദിക്കുന്നു, നിങ്ങൾ വീടും കുടുംബവും എങ്ങനെയാണ് ഉപേക്ഷിച്ചത്? ഈ വ്യക്തകാര്യങ്ങൾ ചോദിക്കാതിരിക്കൂ എന്ന് പറയുന്നു. എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ ആരാണ് എന്ന് നമുക്കെന്തറിയാം? ശ്രൂഢ ബുദ്ധിയുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്നു. അജ്ഞാനകാലത്തിൽ ചിലർക്ക് ലഹരിയുണ്ട്. സ്വാമി രാംതീർത്ഥയുടെ അനന്യ ശിഷ്യനായിരുന്നു സ്വാമി നാരായണൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകവും മറ്റും ബാബയും വായിച്ചിട്ടുണ്ടായിരുന്നു. ബാബയ്ക്ക് ഇതെല്ലാം വായിക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. ബാല്യത്തിൽ വൈരാഗ്യം വരുമായിരുന്നു. പിന്നെ ഒരു തവണ സിനിമ കണ്ടു, കഴിഞ്ഞു. വൃത്തി കേടായി. സന്യാസ അവസ്ഥ മാറി. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആ ഗുരുക്കന്മാരും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നു മാത്രമാണ്. ആ ഒന്നിനെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. എൻ്റേത് ഒരു ഗിരിധര ഗോപാൽ, രണ്ടാമതാരുമില്ല എന്ന് പാടുകയും ചെയ്യുന്നു. ഗിരിധരൻ എന്ന് ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. വാസ്തവത്തിൽ അധിക്ഷേപിക്കപ്പെടുന്നത് ഈ ബ്രഹ്മാവാണ്. ശ്രീകൃഷ്ണന്റെ ആത്മാവ് എപ്പോഴാണോ അന്തിമത്തിൽ ഗ്രാമത്തിലെ ബാലനും തമോ പ്രധാനവും ആയിരിക്കുന്നത്, അപ്പോൾ അധിക്ഷേപിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇതേ ശ്രീകൃഷ്ണന്റെ ആത്മാവാണല്ലോ ഗ്രാമത്തിൽ വളർന്നു. വഴിയിലൂടെ പോകവേ ബ്രാഹ്മണൻ കുടുങ്ങി, അതായത് ബാബ പ്രവേശിച്ചു. എത്ര അധിക്ഷേപിക്കപ്പെട്ടു. അമേരിക്ക വരെയും ശബ്ദം പോയി. വണ്ടർഫുൾ ഡ്രാമയാണ്. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ചക്രം എങ്ങനെയാണ് തിരിയുന്നത്. നമ്മൾ എപ്രകാരം ബ്രാഹ്മണനായിരുന്നു, പിന്നെ ദേവതയും ക്ഷത്രിയനുമായി. ഇത് 84ന്റെ ചക്രമാണ്. ഇത് മുഴുവൻ സ്മൃതിയിൽ വയ്ക്കേണ്ടതുണ്ട്. രചയിതാവിനെയും രചനയുടെ ആദിമധ്യാന്ത്യത്തെയും അറിയണം. അത് ആരും അറിയുന്നില്ല. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇതിൽ ഒരു പ്രയാസവുമില്ല. ആസനത്തിലും മറ്റും ഇരിക്കൂ എന്ന് പറയുന്നില്ല. ഹഠയോഗം അങ്ങനെയുള്ളത് പഠിപ്പിക്കുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലരുടെ ബ്രെയിൻ തന്നെ കേടായി പോകുന്നു. ബാബ എത്ര സഹജമായി സമ്പാദ്യം ചെയ്യിക്കുന്നു.
ഇത് 21 ജന്മങ്ങളിലേക്കുള്ള സത്യമായ സമ്പാദ്യമാണ്. നിങ്ങളുടെ ഉള്ളം കയ്യിൽ സ്വർഗമാണ്. ബാബ കുട്ടികൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ സമ്മാനം കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനും പറയാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആത്മാവും കേൾക്കുന്നു. കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഭക്തരും രാവിലെ ഗുപ്തമായി മാല തിരിക്കുന്നു. അതിനെ ഗൗമുഖം എന്ന് പറയുന്നു. അതിൽ ഉള്ളിൽ കൈയിട്ട് മാല തിരിക്കുന്നു. രാമരാമ എന്ന് വാദ്യം മുഴങ്ങുന്നത് പോലെ വാസ്തവത്തിൽ ഗുപ്തം ഇതാണ്. ബാബയെ ഓർമ്മിക്കണം. അജപാജപം എന്നിതിനെ പറയുന്നു. സന്തോഷം നിലനിൽക്കുന്നു. എത്ര വണ്ടർഫുൾ ഡ്രാമയാണ് ഇത്! പരിധിയില്ലാത്ത നാടകമാണ്. അത് നിങ്ങളല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ചാണ്. വളരെ ഈസിയാണ്. നമ്മളെ ഇപ്പോൾ ഭഗവാൻ പഠിപ്പിക്കുന്നു. ഇത്രമാത്രം. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. സമ്പത്തും ആ ഒന്നിൽ നിന്നും ലഭിക്കുന്നു. ഈ ബാബ പെട്ടെന്ന് സർവ്വതും ഉപേക്ഷിച്ചു. കാരണം ഇടയിൽ ബാബയുടെ പ്രവേശനം ഉണ്ടായിരുന്നുവല്ലോ. എല്ലാം ഈ മാതാക്കളിൽ അർപ്പിച്ചു. ബാബ പറഞ്ഞു, ഇത്രയും വലിയ സ്ഥാപനം ചെയ്യേണ്ടതുണ്ട്. എല്ലാം ഈ സേവനത്തിൽ വിനിയോഗിക്കൂ. ഒരു പൈസ പോലും ആർക്കും കൊടുക്കേണ്ടതില്ല. ഇത്രയും നഷ്ടവും മോഹ ആവശ്യമാണ്. വലിയ ലക്ഷ്യമാണ്. മീര ലോകമര്യാദകളും വികാരി കുലത്തിൻ്റെ മര്യാദകളും ഉപേക്ഷിച്ചു. അപ്പോൾ മീരയ്ക്ക് എത്ര പേരാണുള്ളത്? ഈ പുത്രിമാരും പറയുന്നു, നമ്മൾ വിവാഹം കഴിക്കുകയില്ല. ലക്ഷപതി ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടും. അപ്പോൾ ഇങ്ങനെ ലഹരി കയറേണ്ടതാണ്. കുട്ടികളെ പരിധിയില്ലാത്ത ബാബയിരുന്ന് അലങ്കരിക്കുന്നു. ഇതിൽ പൈസയുടെയോ മറ്റോ ആവശ്യം ഇല്ല. വിവാഹത്തിൻ്റെ ദിവസം വനവാസത്തിൽ ഇരുത്തുന്നു. പഴയ കീറിയ വസ്ത്രവും മറ്റും ധരിപ്പിക്കുന്നു. പിന്നെ വിവാഹത്തിനു ശേഷം പുതിയ വസ്ത്രവും ആഭരണവും മറ്റും അണിയിക്കുന്നു. ഈ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനാകും. ഇങ്ങനെ മറ്റാർക്കും പറയുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് പവിത്ര പ്രവൃത്തി മാർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നത്. അതിനാൽ വിഷ്ണുവിനും 4 കൈകൾ കാണിക്കുന്നു. ശങ്കറിനോടൊപ്പം പാർവതിയും ബ്രഹ്മാവിനോടൊപ്പം സരസ്വതിയും കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മാവിന് സ്ത്രീയൊന്നുമില്ല, അതായത് പത്നിയൊന്നുമില്ല. ഈ ഒന്ന് ബാബയുടേതായി മാറി. എത്ര വണ്ടർഫുൾ കാര്യങ്ങളാണ്! മാതാപിതാവ് ഇതാണല്ലോ. ഇത് പ്രജാപിതാവുമാണ്. പിന്നെ ഈ ഒന്നിലൂടെ ബാബ രചിക്കുന്നു. അപ്പോൾ മാതാവുമായി. സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രിയായി പാടപ്പെടുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ രാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മഥനം ചെയ്യുന്നത് പോലെ കുട്ടികളും ഫോളോ ചെയ്യണം. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ തോൽവിയുടെയും ജയത്തിൻ്റെയും വണ്ടർഫുൾ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് കണ്ട് സന്തോഷമുണ്ടാകുന്നു, വെറുപ്പ് തോന്നുന്നില്ല. നമ്മൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ അറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ വെറുപ്പിൻ്റെ കാര്യമേ ഇല്ല. കുട്ടികളായി നിങ്ങൾ പ്രയത്നിക്കുകയും വേണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കണം. പാവനമാകുന്നതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം. യുഗളായ നമ്മൾ ഒരുമിച്ചിരുന്ന് പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. പിന്നെ ചിലർ ഫെയിലായി പോവുകയും ചെയ്യുന്നു. ബാബയുടെ കയ്യിൽ ഏതെങ്കിലും ശാസ്ത്രമൊന്നുമില്ല. ശിവ് ബാബ ഇത് പറയുന്നു, ഞാൻ ബ്രഹ്മാവിലൂടെ നിങ്ങളെ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. ശ്രീകൃഷ്ണനല്ല. എത്ര വ്യത്യാസമുണ്ട്! ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്.
ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഠനത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. പിതാവിൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും നിന്ന ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കർമ്മവും ഉണ്ടാകരുത്. മാന്യത നഷ്ടപ്പെടുത്തുന്ന ഒരു കർമ്മവും ചെയ്യരുത്. വിചാരസാഗര മഥനം ചെയ്യുന്നതിൻ്റെ ശീലം ഉണ്ടാക്കണം. ബാബയിൽ നിന്നും ഏതൊരു ജ്ഞാനം ലഭിച്ചുവോ അത് സ്മരിച്ച് അപാര സന്തോഷത്തിൽ ഇരിക്കണം. ആരെയും വെറുക്കാൻ പാടില്ല. വരദാനം: സമ്പൂർണതയുടെ പ്രകാശത്തിലൂടെ അജ്ഞാനത്തിൻ്റെ തിരശ്ശീല മാറ്റുന്ന സെർച്ച് ലൈറ്റായി ഭവിക്കൂ. ഇപ്പോൾ പ്രത്യക്ഷതയുടെ സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ അന്തർമുഖിയായി ഗുഹ്യ അനുഭവങ്ങളുടെ രത്നങ്ങളാൽ സ്വയം തന്നെ നിറയ്ക്കൂ. ഇങ്ങനെയുള്ള സെർച്ച് ലൈറ്റ് ആകൂ. അതിലൂടെ താങ്കളുടെ സമ്പൂർണതയുടെ പ്രകാശത്താൽ അജ്ഞാനത്തിൻ്റെ തിരശ്ശീല മാറട്ടെ. കാരണം ഭൂമിയിലെ നക്ഷത്രങ്ങളായ താങ്കൾ ഈ വിശ്വത്തെ ചഞ്ചലതയിൽ നിന്നും രക്ഷിച്ച് സുഖമുള്ള ലോകവും സ്വർണിമ ലോകവും ഉണ്ടാക്കുന്നവരാണ്. പുരുഷോത്തമ ആത്മാക്കളായ താങ്കൾ വിശ്വത്തിന് സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശ്വാസം നൽകുന്നതിന് നിമിത്തമാണ്. സ്ലോഗൻ: മായയുടെയും പ്രകൃതിയുടെയും ആകർഷണത്തിൽ നിന്നും അകന്നിരിക്കൂ. എങ്കിൽ സദാ ഹർഷിതമായിരിക്കും. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. എപ്പോഴാണോ മനസ്സിൽ സദാ ശുഭഭാവനയും ശുഭ ആശീർവാദങ്ങളും നൽകുന്നതിൻ്റെ നാച്ചുറൽ അഭ്യാസം ഉണ്ടാകുന്നത്, അപ്പോൾ മനസ്സ താങ്കൾ ബിസിയാകും. മനസ്സിൽ ഏതൊരു ചഞ്ചലത ഉണ്ടാകുന്നുവോ അതിൽ നിന്നും സ്വതവേ തന്നെ അകന്നു മാറും. തൻ്റെ പുരുഷാർത്ഥത്തിൽ ഇടയ്ക്കുണ്ടാകുന്ന നിരാശ ഉണ്ടാവുകയില്ല. മാന്ത്രിക മന്ത്രമായി മാറും. ഓം ശാന്തി. മനസ്സാ സേവനത്തിൻ്റെ അഭ്യാസം. ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുപമമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തി ദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിക്കും. അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്ത
പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.